നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കെട്ടിട മാലിന്യ നിക്ഷേപം ഡാമിൻ്റെ സംഭരണശേഷി കുറയ്ക്കുമെന്ന് നാട്ടുകാർ. മലമ്പുഴ തെക്കേ മലമ്പുഴ റോഡരികിൽ കെട്ടിട മാലിന്യങ്ങൾ ടിപ്പർ ലോറികളിൽ കൊണ്ടുവന്നിടുന്നത് തടയണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മഴ വന്നാൽ ഇവ ഡാം റിസർവോയറിലേക്ക് ഒലിച്ചിറങ്ങുമ്പോൾ ഡാമിൻ്റെ സംരക്ഷണ ശേഷി കുറയുകയും കൃഷിക്ക് ആവശ്യമായ കനാൽ വെള്ളവും ജനങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളവും കിട്ടാൻ കൃഷിക്കാർ ബുദ്ധിമുട്ടുമെന്നും നാട്ടുകാർ പറഞ്ഞു. എന്നാൽ PWDയും ഇറിഗേഷനും സംയുക്തമായാണ് റോഡരികിലെ കുഴികൾ നികത്താനെന്ന വ്യാജേന കെട്ടിട മാലിന്യം ഇവിടെ കൊണ്ടുവന്നിടുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ശക്തമായ നടപടി വേണമെന്നും അവർ പറഞ്ഞു. ഡാം റിസർവോയറിൻ്റെ പരിസരത്ത് ഈ റോഡരികിൽ മാലിന്യങ്ങൾ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഈ മാലിന്യങ്ങൾ ആരാണ് കൊണ്ടുവന്നിട്ടത്? ഈ മാലിന്യങ്ങൾ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ മഴ പെയ്താൽ ഇത് ഡാമിലേക്ക് ഇറങ്ങി ഡാം തൂരില്ലേ എന്നുള്ളൊരു ആശങ്ക നാട്ടുകാർക്കുള്ളതായിട്ട് പറയുന്നു. എന്താണ് താങ്കളുടെ അഭിപ്രായം ആ കാര്യത്തിൽ? പക്ഷേ നമ്മൾ ഇങ്ങനെ നിരീക്ഷിക്കുമ്പോൾ ഇപ്പോൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത് ചെയ്തിട്ടുള്ളത്. കരാറുകാരനാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഈ പശ്ചാത്തലത്തിൽ മഴ പെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും ഡാമിലേക്ക് ഇറങ്ങുകയും ഡാമിൻ്റെ സംഭരണശേഷി നഷ്ടപ്പെടുകയും ചെയ്യുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പൊതുവേ തന്നെ പിന്നെ ഒരു സംഭരണശേഷി കുറവ് വരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടല്ലോ. അതായത് പൊതുവേ കാട്ടുതീ പടരുക, വനങ്ങൾ നശിക്കുക, അതിന് ഫലമായിട്ട് മണ്ണൊലിപ്പുണ്ടാവുക, അങ്ങനെ ഡാമിൻ്റെ സംഭരണശേഷി കുറയുക എന്നുള്ളൊരു വസ്തുതയൊക്കെ നിലനിൽക്കെ തന്നെ ഈ ഇറിഗേഷൻ വകുപ്പിൻ്റെ ഒരു സംഭാവന എന്നുള്ള നിലയ്ക്ക് എന്നാൽ ഞങ്ങളായിട്ട് കുറച്ചുകൂടി തീർക്കാം എന്നുള്ള ഒരു വിവരക്കേടിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു സംവിധാനമാണ്. ഇത് ചെയ്യേണ്ടതെന്നല്ല, റോഡ് വീതി കൂട്ടണം ഒക്കെ ചെയ്യണം. പക്ഷെ അത് അങ്ങോട്ട് ഡാമിലേക്ക് ഇറങ്ങിപ്പോയിട്ട് സംഭരണശേഷിയെ ബാധിക്കാവുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇത് ദ്രുതഗതിയിൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ കിടക്കുമ്പോൾ അപ്പോൾ ഇവരോടൊന്നും സംസാരിക്കാൻ കൊള്ളില്ല. അവർക്ക് അവരുടേതായ നിലപാടുകളും കാഴ്ചപ്പാടുണ്ട്. നമ്മളെ ചീത്ത പറയും, നമ്മളെ മോശക്കാരാണ്. ഇതാണ് പരിപാടി ജോസാണ്. ഇതാണ് അതിൻ്റെ ഒരു പരിപാടികൾ. എന്നാലും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ശ്രദ്ധിച്ചിട്ട് വേണ്ടേ മണ്ണൊലിപ്പ്, ഡാമിൻ്റെ വൃഷ്ടി, അങ്ങനെ ഒരു ഡാമിൻ്റെ സംഭരണശേഷി തകരാറില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് ചെയ്യേണ്ടത്. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളെയും അധികൃതരെയും അറിയിക്കുന്നു. വാർത്തകൾ 9020147667 എന്ന നമ്പറിലേക്ക് അയയ്ക്കുക.